ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിലാക്കി ഞാനിപ്പോൾ ജസ്റ്റ് പെരക്ക് വന്നിട്ടേ ഉള്ളൂ. വന്നിട്ട് ഇപ്പോൾ നാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചല്ല, എൻ്റെ മോന് രാവിലെ പറഞ്ഞത് ഉമ്മ ഇങ്ങനെയുള്ള വീഡിയോ ആക്കണമെന്ന്. എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതെല്ലാം. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എന്തോ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ആക്കിയത്. പക്ഷെ കുട്ടികൾ പറയുന്നതിനെ കൊണ്ട് ഞാനിങ്ങനെ ഒരു വ്ളോഗെല്ലാം ആക്കാൻ നോക്കുന്നത്. പക്ഷേ എല്ലാത്തിനേക്കായി നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബാംഗ്ലൂരിൽ ലൈഫ് സ്റ്റൈൽ പറയുന്നത് കുട്ടികളെ ബാക്കിൽ തന്നെ ആയിരിക്കും രാവിലെ നിന്ന് വൈകുന്നേരം വരെ. ഇപ്പോഴും ഞാൻ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് പരിക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പോകണം, പിന്നെ ട്യൂഷന്, പിന്നെ മദ്രസ്. അങ്ങനെ രാവിലെ കുട്ടികൾ 8 മണിക്ക് പേരെന്ന് ഇറങ്ങിയാൽ 8:30 ആകുമ്പോൾ പേരെന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം 9 മണിക്കായിരിക്കും അവർ തിരിച്ച് പെരക്കെത്തുന്നത്. അപ്പോൾ അതുവരെ അവരെ ബാക്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോവുക, കൂട്ടിക്കൊണ്ട് വരിക, കൂട്ടിക്കൊണ്ട് പോവുക, കൂട്ടിക്കൊണ്ട്. അപ്പോൾ വാനും കാര്യം എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ വാനൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കൂട്ടിക്കൊണ്ട് പോകും, കൂട്ടിക്കൊണ്ട് വരും. ഞാൻ അതിനായിട്ട് ഓർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 വീലറെല്ലാം ഓട്ടാൻ പഠിച്ച്. പിന്നെ ഞാൻ തന്നെ ഞാൻ ഇപ്പോൾ പേരിലിരിക്കുമ്പോൾ ഭയങ്കര ബോറടിക്കുന്നത്. അപ്പോൾ ഒരു ബേജാറ്. ഇപ്പോൾ ഇവിടെ അത്ര ആൾക്കാരൊന്നും അപ്പുറത്തെ ആൾക്കാരൊന്നും വന്ന് മുണ്ടുക അതും ഇതും ഉണ്ടാകുന്നല്ല, നമ്മളൊരു ഗോസിപ്പെല്ലാം പറഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ട് ചില ആൾക്കാർ അങ്ങനെ വന്ന് ഇരുന്ന് മുണ്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അങ്ങനെയൊന്നും വരില്ല. ഒന്ന് പുറത്ത് കണ്ട ഹലോ ഹായ് നാസ്റ്റായ, ഇല്ല ഉച്ചക്ക് കണ്ട ചോറ് കഴിച്ചാൽ, ഇല്ല വൈകുന്നേരം കണ്ട ചായ കുടിച്ചാൽ, ഇല്ല ചോറ് കഴിച്ചാൽ, ഇങ്ങനെയുള്ള ചില ഇതും മുണ്ടുള്ളൂ ഞങ്ങൾ. വേറൊന്നും പ്രത്യേകിച്ച് അങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുക, ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കും, കുട്ടികളെ ബാക്കിൽ തന്നെ ഞങ്ങൾ 24 ഹവേഴ്സും കുട്ടികളും പിന്നെ പരൻ്റെ പണിയും പിന്നെ ഞങ്ങളെ പ്രൊഫഷണൽ പണിയും ഇതിൽ തന്നെ ഞങ്ങളിങ്ങനെ ടൈം പാസ്സാക്കും. പിന്നെ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഒരു മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഉമ്മയും ഇതുപോലെ വ്ളോഗെല്ലാം ആക്കണം, ഉമ്മയും ഞങ്ങളെ വീഡിയോസ് എല്ലാം എടുക്കണം, ഉമ്മയും ഇതെല്ലാം കാണിക്കണം, ഉമ്മൻ്റെ ലൈഫ് സ്റ്റൈലെല്ലാം കാണിക്കണം, ഉമ്മയും മുണ്ടണം, ഉമ്മയും എല്ലാവരും മൊബൈലിൽ വരണം, ഉമ്മയും യൂട്യൂബ് ചാനൽ തുറക്കണം. ഓരോ കുറേ ലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇരുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത്. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പാക്കാണ്ട് നിങ്ങൾ എൻഡോളം നോക്കുക. ഇപ്പോൾ രാവിലത്തെ നാഷ്ടത്തിന് ഞാൻ പുളിയോഗര, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിന്, പിന്നെ പാൽ ചായ. ഞങ്ങൾക്ക് ചായ ഇല്ലാണ്ട് നാഷ്ട അങ്ങ് ഇറങ്ങൂല. ചായ കമ്പൽസറി എനിക്ക് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാഷ്ടവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പട്ടിണിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ. അത് കഴിഞ്ഞ് പിന്നെ പേരൻ്റെ പണി, സാധാ പണി, എല്ലാവരും എടുക്കുന്ന പണി തന്നെ. ഇത് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ റൂം ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗോഡ്രേജും പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും പിന്നെ എൻ്റെ ഒരു ഹെയർ ഡമ്മിയെല്ലാം ഉണ്ട്. ഒരു ചെറിയ ബാൽക്കണിയും കൂടിയുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ റൂം, കുട്ടികളുടെ സാധനങ്ങളും ഓരോ തുണി കുപ്പായങ്ങളും എല്ലാം ആ റൂമിലുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അടിച്ച് വാരി തുടക്കാൻ വേണ്ടി നിന്ന്. അടിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ദിവസം കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, നോർമലി സ്കൂളിൽ പോകുന്ന കുട്ടികൾ പേരിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞങ്ങൾ അടിച്ചു വരുമ്പോൾ കിട്ടലുണ്ടല്ലേ. ഈ ബുഗുരി, കളർ പെൻസില്, ഗോലി, പിന്ന്. അപ്പോൾ ഈ സാധനം എല്ലാം കാലിക്ക് കുത്തുന്നത് എൻ്റെ ആയിരിക്കും. എൻ്റെ കാലിക്ക് കുത്തി എൻ്റെ കാലിൽ ചോര വന്ന് ചിലപ്പോൾ ഞാൻ ഈ ഗോലിയെല്ലാം ചോട്ടിയിട്ട് വീണതും ഉണ്ട്. അപ്പോൾ ഇതൊന്നും എടുത്ത് ചാടാനും പാടില്ല. ചാടി അന്ന് ഫുള്ളായിട്ട് യുദ്ധമായിട്ടുണ്ടാവും ഞങ്ങളെ പേരിൽ. എൻ്റെ ചെറിയ മോന് ഒരു പെൻസിൽ കുറച്ച് ചെറുതായാലും പിന്നെ അതിന് യൂസ് ആക്കില്ല. ഓനിക്ക് ഒരു ആഴ്ചയിൽ 3-4 പെൻസിലെങ്കിലും വേണം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തുടച്ച് പിന്നെ മെഷീനിൽ ഞാൻ രാവിലെ തന്നെ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിന്. കാരണം 3 മണിയാകുമ്പോൾ നല്ല മഴ വരും. അപ്പോഴത്തേക്ക് ഈ തുണിയെല്ലാം ഇട്ട് ഉണക്കിയെടുക്കണം. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളത്ര സ്ഥലം എൻ്റെ പേരിലില്ല. എൻ്റെ റൂമിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ആ ബാൽക്കണിയിൽ ഞാൻ എല്ലാ തുണിയെല്ലാം ഇടൽ. അപ്പോൾ ഇപ്പോൾ പിന്നെ മഴ അതിനെ കൊണ്ട് ഇപ്പോൾ പുറത്ത് മഴ ഇല്ല. വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ മഴ വരും. അപ്പോഴത്തേക്ക് ഈ തുണിയെല്ലാം ഒന്ന് ആറി കിട്ടിയാൽ എല്ലാം ഉള്ളിലെടുത്തിട്ട് വെക്കാമല്ലോ. ഉള്ളിൽ തുണിയെല്ലാം ആറിയിടാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ പുറത്ത് തന്നെ ഞാൻ ആദ്യം തന്നെ മെഷീനിൽ ഡ്രൈ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തൊരു 2-3 മണിക്കൂർ ഇട്ടാൽ ഒന്ന് ആറി കിട്ടും. അപ്പോൾ ഇത്രയും സ്ഥലമേ ഉള്ളൂ പുറത്ത് തുണി ആറിയിടാനായിട്ട്.
ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ബാംഗ്ലൂരിൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഡ്രമ്മ് കൊണ്ടുവന്നിട്ട് ആ ഡ്രമ്മിൽ കുറച്ച് വെള്ളം നിറച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച്, ഗുലാബ് ജാമുൻ്റെ പാക്കറ്റ് ഞങ്ങൾ പെരുന്നാൾക്ക് കൊടുന്നത് ഒരു പാക്കറ്റ് ആക്കി, ഒരു പാക്കറ്റും കൂടി ബാക്കിയായിട്ടുണ്ട്. പിന്നെ കുടിക്കുന്ന വെള്ളം ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു കുപ്പി വെള്ളത്തിന് 10 റുപ്യ. അങ്ങനെ ഞങ്ങൾ 4 കുപ്പി കൊണ്ടുവരും. 4 കുപ്പി കൊടുന്നാൽ ഈ ശനിയാഴ്ച 4 കുപ്പി കൊടുന്നാൽ അടുത്ത ശനിയാഴ്ച വരെ ആ 4 കുപ്പി ഞങ്ങൾക്ക് മതിയാവും. ഇത് ഞങ്ങൾ കുടിക്കാനും പിന്നെ ചോറും കറിയെല്ലാം ആക്കാൻ മാത്രം യൂസ് ആക്കുന്നത്. കുളിക്കാനും നനയ്ക്കാനെല്ലാം പിന്നെ കാവേരി വാട്ടർ വരുമല്ലേ, അതന്നെ ഞങ്ങൾ യൂസ് ആക്കുന്നത്. പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന മുമ്പ് തന്നെ ഞാൻ കുറച്ച് ചോറെല്ലാം ആക്കി, കറിയെല്ലാം ഉണ്ടായിനപ്പോൾ കുറച്ച് ചോറാക്കി. പിന്നെ കുറേ പാത്രമെല്ലാം ഉണ്ട്. ആ പാത്രമെല്ലാം ഞാൻ ആ ബോക്സിലും ചാക്കിലും എല്ലാം ആക്കിയിട്ട് മേലെ വെച്ച്, കാരണം താഴെ വെക്കാന്നുള്ള അത്ര സ്ഥലമില്ല. അങ്ങനെ ഞാനെല്ലാം എല്ലാം കെട്ടിയിട്ട് പാക്കാക്കിയിട്ട് മേലെ വെച്ച്. അപ്പം സമയം 11:45 ഇന്ന് സാറ്റർഡേ. അപ്പോൾ കുട്ടികൾക്ക് മോർണിംഗ് ക്ലാസ് മാത്രമേ ഉള്ളൂ ഇന്ന്. അങ്ങനെ എൻ്റെ പണിയെല്ലാം വേഗം ചടപടയെന്ന് എടുത്ത് ഞാൻ പെട്ടെന്ന് സ്കൂളിൻ്റെ പോയി കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ നോക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാം മറക്കണ്ട.